ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സർഗ്ഗാത്മകതയുടെ ആഗോള ആവാസ വ്യവസ്ഥയ്ക്ക് രാജ്യം അടിത്തറയിടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 മുംബൈയിൽ തുടക്കം. വികസന നങ്കൂരമിടാൻ കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്തിന്റെ പുതിയ സമുദ്രയുഗത്തിന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് തലസ്ഥാനമൊരുങ്ങി. തിരുവനന്തപുരം കനത്ത സുരക്ഷാ വലയത്തിൽ. നിരാഹാര സമരം അവസാനിപ്പിച്ച് രാപ്പകൽ സമരയാത്ര എന്ന പുതിയ സമരഘട്ടത്തിന് തുടക്കമിട്ട് ആശാപ്രവർത്തകർ. ജമ്മുകശ്മീർ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ശക്തമായി നേരിട്ട് ഇന്ത്യൻ സൈന്യം. പാക് വ്യോമാതിർത്തി അടച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സർഗ്ഗാത്മകതയുടെ ആഗോള ആവാസ വ്യവസ്ഥയ്ക്ക് രാജ്യം അടിത്തറയിടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 ആദ്യ പതിപ്പ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കലാകാരനും സ്രഷ്ടാവിനും അവകാശപ്പെട്ട ഒരു ആഗോള പ്ലാറ്റ്ഫോമാണ് വേവ്സ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वेव एक ऐसा ग्लोबल प्लेटफॉर्म है जो आप जैसे हर आर्टिस्ट, हर क्रिएटर का है, जहां हर कलाकार, हर युवा एक नए आइडिया के साथ क्रिएटिव वर्ल्ड के साथ जुड़ेगा. इस ऐतिहासिक और शानदार शुरुआत के लिए मैं देश विदेश से जुटे आप सभी महानुभावों को बहुत बहुत बधाई देता हूं. മുംബൈ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4 ദിവസത്തെ ഉച്ചകോടി വിനോദ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കും. സിനിമ, ഒടിടി, ഗെയിമിംഗ്, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളെ ഉച്ചകോടി സംയോജിപ്പിക്കും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനായി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് 7:50 തിരുവനന്തപുരത്ത് എത്തും. 8,900 കോടി രൂപ ചെലവിൽ പണി പൂർത്തിയാക്കുന്ന വിഴിഞ്ഞം രാജ്യത്തെ ആദ്യ സമർപ്പിത കണ്ടെയ്നർ കപ്പൽ ചരക്ക് കൈമാറ്റ തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തും പരിസര പ്രദേശങ്ങളിലും കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10,000-ലധികം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 4,200ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കും. വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിയനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണം. കൂടുതൽ ആഗോള സമുദ്ര വ്യാപാരത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതോടെ രാജ്യത്തിന്റെ പുതിയ സമുദ്രയുഗത്തിന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭമാവുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ചരിത്രത്തിൽ ഇടം നേടാനിരിക്കുന്ന അവിസ്മരണീയ നിമിഷത്തിനാണ് നാളെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. 5.36 ലക്ഷം TEU ചരക്ക് ഇതുവരെ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. 2028ഓടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകുമെന്നും 2034 മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 43 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. രാപ്പകൽ സമരയാത്ര എന്ന പുതിയ സമരഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതെന്ന് സമരസമിതി അറിയിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് നടന്നു. അതേസമയം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 81ാം ദിവസത്തിലേക്ക് കടന്നു.
പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് കോടതി. പെരുമ്പാവൂർ സിജെഎം കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിലവിലെ തെളിവുകൾ അപര്യാപ്തമാണ്. മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ പുലിയെ വേട്ടയാടി എന്ന് വനംവകുപ്പിന് പരാതിയില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുള്ള വ്യോമപാതകൾ അടച്ച് ഇന്ത്യ. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ നിയന്ത്രണം പ്രാബല്യത്തിൽ ഉണ്ടാകും. തുടർന്നുള്ള നടപടി അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കും. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിമാനങ്ങൾക്കോ പാക് വിമാന കമ്പനികൾ നിയന്ത്രിക്കുന്നതോ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതോ ആയ വിമാനങ്ങൾക്കോ ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച് പാക് വിമാന കമ്പനികൾക്ക് നോട്ടീസ് നൽകിയതായും മന്ത്രാലയം അറിയിച്ചു. ജമ്മുകശ്മീർ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്നലെ രാത്രിയുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനത്തെ ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു. കുപ്വാര, ഉറി, അഖ്നൂർ സെക്ടറുകൾക്ക് എതിരെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പാക് സൈനിക പോസ്റ്റുകൾ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള നാളെ കോഴിക്കോട് ആരംഭിക്കും. ആദ്യമായാണ് സരസ് മേളയ്ക്ക് കോഴിക്കോട് വേദിയാകുന്നത്. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കുടുംബശ്രീ സംരംഭങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങൾക്കും ജനങ്ങൾക്ക് അടുത്തറിയാനും മേള അവസരമൊരുക്കും. 17 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലേറെ വരുന്ന സംരംഭകർ ഒരുക്കുന്ന ഭക്ഷ്യമേളയും രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സംരംഭകർ ഉൾപ്പെടെ 250 വിപണന സ്റ്റാളുകളും ഒരുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി മാനാഞ്ചിറ BM സ്കൂളിൽ നിന്നും ഉദ്ഘാടന വേദിയായ ബീച്ചിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിക്കും. ഘോഷയാത്രയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ ഉൾപ്പെടെ 10,000-ലേറെ പേർ അണിനിരക്കും. ഇന്ന് മെയ് ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും തൊഴിലിന്റെ മഹത്വത്തെ ബഹുമാനിക്കുവാനും സാർവ്വദേശീയ തൊഴിലാളി ദിനം ഓർമ്മപ്പെടുത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തൊട്ടാകെയുള്ള തൊഴിലാളികൾക്ക് മെയ് ദിന ആശംസകൾ നേർന്നു. AKG സെന്ററിൽ നടന്ന മെയ് ദിന ആഘോഷത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ടിലേക്ക്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. വരയാടിന്റെ പ്രജനനകാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി സഞ്ചാരികൾ ഉദ്യാനം സന്ദർശിക്കാനെത്തുന്നുണ്ട്. പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും വെർച്വൽ റിയാലിറ്റിയിലുള്ള ആസ്വാദന സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസുമായി ഇന്ന് ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഇന്ന് പരാജയപ്പെട്ടാൽ പ്ലേ ഓഫ് കാണാതെ ടീം പുറത്താകും. പട്ടികയിൽ 3ാം സ്ഥാനത്താണ് കരുത്തരായ മുംബൈ ഇന്ത്യൻസ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് കൂടുന്നു. സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയവയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1640 രൂപ കുറഞ്ഞ് 70,200 രൂപയും ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 8,775 രൂപയുമാണ് ഇന്നത്തെ വില. വിവിധ ഘട്ടങ്ങളിലായി വെറ്റിനറി മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാന വ്യാപകമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കർഷകർക്ക് വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ കന്നുകാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നാളെ ആരംഭിക്കും. ഈ മാസം 23 വരെ വാക്സിനേറ്റർമാർ വീടുകളിൽ എത്തി കുത്തിവയ്പ് നടത്തുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകണം. പ്രധാന വാർത്തകൾ വീണ്ടും. സർഗ്ഗാത്മകതയുടെ ആഗോള ആവാസ വ്യവസ്ഥയ്ക്ക് രാജ്യം അടിത്തറയിടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025-ന് മുംബൈയിൽ തുടക്കം. വികസന നങ്കൂരമിടാൻ കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്തിന്റെ പുതിയ സമുദ്രയുഗത്തിന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് തലസ്ഥാനം ഒരുങ്ങി. തിരുവനന്തപുരം കനത്ത സുരക്ഷാ വലയത്തിൽ. നിരാഹാര സമരം അവസാനിപ്പിച്ച് രാപ്പകൽ സമരയാത്ര എന്ന പുതിയ സമരഘട്ടത്തിന് തുടക്കമിട്ട് ആശാപ്രവർത്തകർ. ജമ്മുകാശ്മീർ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ശക്തമായി നേരിട്ട് ഇന്ത്യൻ സൈന്യം. പാക് വ്യോമാതിർത്തി അടച്ചു.
IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50-ന്.